നമസ്കാരം. ചിലർ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ചില ആൾക്കാർ ഒരു കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുദ്ദേശിക്കുന്നതൊക്കെ നന്നായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഉള്ള ആളുകളെ നമ്മൾ നല്ല തലവരെയുള്ള ആളുകളെന്ന് പറയും. അവരുടെ തലയിൽ വരച്ച ആ വര കൊണ്ട് നമ്മുടെ മേത്ത് എവിടെയെങ്കിലും ഒന്ന് വരച്ചാൽ നമ്മളുടെ ജീവിതവും നന്നാവുമെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ നല്ല തലവരെയുള്ള ഒരാളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹത്തെ നമുക്ക് സാം എന്ന് വിളിക്കാം. സാം വർഷങ്ങൾക്ക് മുമ്പ് IT-യുടെ ഒരു കോഴ്സ് എടുത്ത് ഓസ്ട്രേലിയയിൽ വന്നു. ബ്രിസ്ബണിലേക്കാണ് വന്നത്. പഠനം കഴിഞ്ഞ ഉടനെ നല്ലൊരു ജോലി കിട്ടി. ജോലിയിൽ നല്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ജോലി ചെയ്തു. അപ്പം ജോലിയിലെ നല്ല ഉയർച്ചകൾ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആണ് അദ്ദേഹത്തിന് ഒരു വീട് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡ് സംഭവിച്ചു. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് നാട്ടിൽ കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. ആ കൂട്ടുകാരൻ്റെ വീട് ഇദ്ദേഹത്തിന് നല്ല വില കുറച്ച് കിട്ടി. കൂട്ടുകാരൻ സന്തോഷത്തോടെ തന്നെയാണ് ആ വീട് സാമിന് കൊടുത്തത്. അപ്പോൾ സാം അങ്ങനെ മെൽബണിലേക്ക് പോകാനൊരു പ്രൊമോഷൻ സാമിന് കിട്ടി, ഒരു മാനേജറായിട്ട്, ഓപ്പറേഷൻ മാനേജറായിട്ട്. അപ്പം അങ്ങനെ മെൽബണിൽ പോയ സമയത്ത് ഈ വീട് അന്ന് മേടിച്ച വീട്, അപ്പോൾ ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞ വീട് മേടിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ വീട് റെൻറ്റിന് കൊടുത്തിട്ടാണ് പോയത്. മെൽബണിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് വീട് വാങ്ങാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ബ്രിസ്ബണിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു 4 വർഷത്തോളം താമസിച്ച് പിന്നെ തിരിച്ച് ബ്രിസ്ബണിലേക്ക് തന്നെ ആ കമ്പനി തന്നെ വരാൻ പറ്റി. ഇപ്പം മൊത്തത്തിൽ വീട് വാങ്ങിക്കഴിഞ്ഞ് 1 വർഷം ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് 4 വർഷം മെൽബണിൽ പോയി റെൻറ്റ് ചെയ്തു. 5-ാമത്തെ വർഷമാണ് തിരിച്ച് ബ്രിസ്ബണിലേക്ക് വന്നത്. ഈ സമയപ്പോഴേക്കും ഒരു ലാൻഡ് വാങ്ങി പുള്ളി ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ആ സമയം കൊണ്ട് 1 വർഷം കൊണ്ട് തന്നെ വീട് പണിത് തീർക്കാൻ അദ്ദേഹത്തിന് പറ്റി. അപ്പോൾ 6-ാമത്തെ വർഷം അദ്ദേഹം ഈ പുതിയ വീട്ടിലേക്ക് മാറി. അപ്പോൾ ഈ വീട് പിന്നെ മാർക്കറ്റിലിട്ട് വിറ്റു. കാരണം സാമിന് ഒരുപാട് ലോണൊന്നും ബാധ്യതയായിട്ട് കിടക്കുന്ന ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ വീട് പണിതപ്പോൾ പഴയ വീട് മാർക്കറ്റിലിട്ട് വിറ്റു. അപ്പോൾ അദ്ദേഹം ഈ വീട് വാങ്ങിയത് ഏകദേശം $8 ലക്ഷം ഈ കോവിഡിൻ്റെ സമയത്ത്. ഇന്ന് വീട് വിട്ടത് $1.7 മില്യൺ. ഏകദേശം $9 ലക്ഷം അദ്ദേഹത്തിന് വീട് വിറ്റ് ലാഭം കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ സാമിന് ഈ വീടിന് വലിയ ലോണുകൾ ഉണ്ടായിരുന്നില്ല. $4 ലക്ഷം ലോണേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സാം വിചാരിച്ചത് ഈ വീട് 4 വർഷത്തോളം റെൻറ്റിന് കൊടുത്തല്ലോ, അപ്പം കുറേ പൈസ ടാക്സായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് സാം വിചാരിച്ചായിരുന്നു. പക്ഷേ അക്കൗണ്ടൻ്റ് അടുത്ത് പോയപ്പോഴാണ് സാമിന് ഒരു വലിയ ലോട്ടറി അടിച്ച കാര്യം സാമിന് മനസ്സിലായത്. കാരണം 6 ഇയർ റൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം നിങ്ങൾ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞ് ആ വീട് നിങ്ങൾ റെൻറ്റിന് കൊടുത്താലും, നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചതിന് ശേഷം നിങ്ങൾ ആ വീടിന് റെൻറ്റിന് കൊടുത്താലും പിന്നീട് 6 വർഷത്തിനുള്ളിൽ ആ വീട് വിൽക്കുകയാണെങ്കിൽ ആ വീടിന് 6 ഇയർ റൂൾ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ആ വീട് വിറ്റ് കിട്ടുന്ന പണം നിങ്ങൾക്ക് ഒരു പൈസയും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഈ 6 വർഷത്തിനുള്ളിൽ നിങ്ങൾ വേറൊരു വീട് താമസിക്കാൻ വേണ്ടി വാങ്ങരുത്. പക്ഷേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങാം. ഇവിടെ സാമിൻ്റെ സ്റ്റോറിയിൽ നിന്ന് നമുക്കുള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ 6 ഇയർ റൂളിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഒരു വീട് താമസിക്കാൻ വേണ്ടി വാങ്ങി, അത് നല്ല ലൊക്കേഷനിലാണ്, അവിടെ നല്ല റെൻറ്റുണ്ട്, മോർഗേജ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് 6 വർഷത്തിനുള്ളിൽ ആ വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലാഭം ടാക്സ് ഇല്ലാതെ എടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് നിങ്ങൾ വേറൊരു വീട് ഓൺ ചെയ്യരുത്. ഇതിനെക്കുറിച്ച് പഠിക്കുക, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.